Water pollution. Water pollution is caused by the entry of domestic and industrial waste and sewage directly into water bodies like ponds, lakes and rivers. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ്. എൻവയോൺമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി, അതാണ് എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി ചുറ്റുമുള്ളത്. അപ്പോൾ അവിടെ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട്. ലിവിങ് തിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സും ആനിമൽസും. ആനിമൽസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സൊക്കെ പെടും. പിന്നെ നോൺ ലിവിങ് തിങ്സ് എയർ, വാട്ടർ, സോയിൽ എക്സെട്ര, അതാണ് നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റും ലിവിങ് തിങ്സും കൂടി ഒരു പ്രത്യേക ബാലൻസിൽ പോയാലാണ് ആ എൻവയോൺമെൻറ്റും ലിവിങ് തിങ്സും ഒക്കെ അവിടെ ഭംഗിയായിട്ട് ജീവിച്ചു പോവുക. പക്ഷേ ലിവിങ് തിങ്സിൽ ഏറ്റവും ബുദ്ധിമാനായ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് എന്താ ചെയ്യുന്നത്? ഈ എൻവയോൺമെൻറ്റിനെ മുഴുവൻ അഴുക്കാക്കി മാറ്റുകയാണ്. എൻവയോൺമെൻറ്റിൻ്റെ എയറിനെ അഴുക്കാക്കുന്നു, അതാണ് എയർ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റിൽ കാണുന്ന വാട്ടറിനെ അഴുക്കാക്കുന്നു, അതാണ് വാട്ടർ പൊല്യൂഷൻ. സോയിലിനെ അഴുക്കാക്കുന്നു, അതാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലാൻഡ് പൊല്യൂഷൻ. ഇപ്പം നമ്മളിപ്പോൾ വാട്ടർ പൊല്യൂഷനാണ്, എയർ പൊല്യൂഷൻ നമ്മുടെ കഴിഞ്ഞു, ഇനി വാട്ടർ പൊല്യൂഷൻ പഠിക്കാൻ പോവുകയാണ്. ഇവിടെ സ്വീവേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മലിനജലം എന്നാണ് അർത്ഥം. ഡിസ്പോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്ഷേപിക്കുക, വേസ്റ്റൊക്കെ വെള്ളത്തിലേക്ക് കളയുന്നതിനാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, വാട്ടർ ബോഡീസ്, വെള്ളം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? റിവേഴ്സ്, പോൺസ്, ലേക്സ്, വെൽസ് എക്സെട്ര. ദീസ് ആർ ദ വാട്ടർ ബോഡീസ്, വാട്ടർ റിസോഴ്സസ്. അപ്പോൾ ഈ വാട്ടർ റിസോഴ്സസിൽ മുഴുവൻ ഈ ഹ്യൂമൻ ബീയിങ്സ് അഴുക്ക് കലർത്തുകയാണ്, അതിനെയൊക്കെ മലിനമാക്കുകയാണ്, പൊല്യൂട്ടഡ് ആക്കുകയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ കുളങ്ങളുടെ അരികിൽ, കുളത്തിൻ്റെയും പുഴത്തെ അരികിൽ നിന്നിട്ട് പിന്നെ വാഷിങ്, തുണിയൊക്കെ അലക്കിയിട്ട് കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോഴൊക്കെ ആ വെള്ളം അഴുക്കാവുകയാണ്. പിന്നെ അവരൊക്കെ നമ്പർ 1 നമ്പർ 2 ഒക്കെ അതിൻ്റെ സൈഡിലാണ്, പുഴയുടെ ഓരത്താണ് ചില വ്യക്തികൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഈ വെള്ളത്തിലേക്ക് ഒഴുകി വരികയാണ്. പിന്നെ അത് മാത്രമല്ല, അത് മനുഷ്യർ ചെയ്യുന്നത്. പിന്നെ ഫാക്ടറീസൊക്കെ പുഴയുടെ ഓരത്താണ് മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എയറിൽ കൂടെ കുറേ വേസ്റ്റ് അതിൽ നിന്ന് പോവും, അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. അതല്ലാതെ ഈ ഫാക്ടറീസിൽ ലിക്വിഡ് വേസ്റ്റുകൾ, വെള്ളം പോലത്തെ വേസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ സോളിഡ് വേസ്റ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടുപോയിട്ട് പുഴയിലും കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ തള്ളും. അപ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസ് മുഴുവൻ മലിനാവുകയാണ്. മനുഷ്യരുടെ ഭാഗത്ത്, മനുഷ്യരുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, പിന്നെ മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെ പശുവിനെയും ആനേനെയൊക്കെ കുളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പുഴയിലും കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ആനിമൽസിൻ്റെ ബാത്തിങ് നടത്തുക, നമ്മുടെ പാത്രങ്ങൾ കഴുകുക, പിന്നെ ഈ വലിയ വലിയ കല്യാണങ്ങളും അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളിലൊക്കെ യൂട്ടൻസിൽസൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കഴുകും, പുഴയുടെ ഓരത്ത് കൊണ്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് വാട്ടറിനെ അഴുക്കാക്കിയിട്ട് ഈ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുകയാണ്. അതാണ് ഈ പാരഗ്രാഫിൽ. പിന്നെ നമ്മൾ ഈ പൂജ, ഹിന്ദുസൊക്കെ പൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുഴയിലാണ് ഒഴുക്കി കളയുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഈ പുഴയിലത്തെ വെള്ളം മലിനമാക്കപ്പെടുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്യൂവേജ് എന്ന് വെച്ചാൽ മലിനജലം. ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വീട്ടിലത്തെ വേസ്റ്റുകളും ഈ വ്യവസായശാലകൾ, ഫാക്ടറിയിലത്തെ വേസ്റ്റുകളും നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ തള്ളുന്നു. ആൻഡ് സ്വീവേജ് എന്ന് വെച്ചാൽ മലിനജലം, നമ്മുടെ വീടുകളിലത്തെയും ഫാക്ടറീസിലത്തെയും മലിനജലങ്ങൾ ഡയറക്റ്റ്ലി ഇൻ ടു വാട്ടർ ബോഡീസ്, പോൺസ്, ലേക്സ് ആൻഡ് റിവേഴ്സ്. വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് യൂട്ടൻസിൽസ് in water bodies, bathing animals in ponds and rivers, religious activities involving disposal of puja materials etc. into the rivers leads to pollution of water sources. These harmful substances ultimately enter our bodies and make us sick. ഈ വെള്ളത്തിൽ കലർത്തുന്ന വേസ്റ്റുകൾ മുഴുവൻ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ മനുഷ്യ ശരീരത്തിലെത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫാക്ടറീസിലത്തെ വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ് അടുത്തുള്ള പുഴയിലേക്ക് ഒഴുക്കി വിട്ടു എന്ന് വിചാരിക്കുക, ആ കെമിക്കൽസ് ഒഴുക്കി വിടുന്നത് വിചാരിക്കുക. അപ്പോൾ ആ പുഴയിൽ നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുകളിലെ കിണറുകളുണ്ടെങ്കിൽ ആ കിണറുകളിലേക്കൊക്കെ ഈ പുഴയിലത്തെ ഈ പിന്നെ കെമിക്കൽസ് കലർന്ന വെള്ളം പിന്നെ അടിയിൽ നിന്ന് അരിച്ചരിച്ച് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ കിണറുകളിലേക്ക് വരും. അങ്ങനെ അവിടെയുള്ള മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് വാട്ടർ ബോഡീസിൽ എന്ത്
എന്ത് അഴുക്കുണ്ടാക്കിയാലും അതൊക്കെ മനുഷ്യ ശരീരത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ എത്തിപ്പെടും. അങ്ങനെ മേക്ക് അസ് സിക്ക്, നമ്മളെ അസുഖമുള്ളവരാക്കി മാറ്റുന്നു. ദ മെയിൻ വാട്ടർ പൊല്യൂട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കാക്കുന്ന സാധനങ്ങളെയാണ് പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. ആർ പോയ്സണസ് കെമിക്കൽസ് ഫ്രം ഫാക്ടറീസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്. അഗ്രികൾച്ചർ പാടങ്ങൾ, കൃഷി സ്ഥലത്തൊക്കെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ അടിക്കാറില്ലേ? ഒരു ആൾക്കാരൊക്കെ ഇങ്ങനെ മരുന്നടിക്കുന്ന കണ്ടിട്ടില്ലേ ഈ നെല്ലിനൊക്കെ? അപ്പോൾ അങ്ങനത്തെ ആ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുമ്പോൾ ആ പാടത്ത് അതൊക്കെ തങ്ങി നിൽക്കും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള വീടുകളിലെ കിണറുകളിലേക്കൊക്കെ അത് എത്തും. അപ്പോൾ പോയ്സണസ് കെമിക്കൽസ് ഫ്രം ഫാക്ടറീസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ്, പാടങ്ങളിൽ അടിക്കുന്ന കീടനാശിനികളൊക്കെ വാട്ടറിനെ അഴുക്കാക്കിയിട്ട് മാറ്റുന്നു. Then effects of water pollution. Aquatic life, both plant and animal, is adversely affected when water bodies get polluted. Water bodies അല്ലേ, അതായത് റിവർ, പോണ്ട്, അതിലൊക്കെ വെൽസിലൊക്കെ അഴുക്കാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മലിനമായി കഴിഞ്ഞാൽ അക്വാട്ടിക് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലുള്ള ആനിമൽസിൻ്റെ ജീവിതത്തിനെയാണ് അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ആനിമൽസ് വെള്ളത്തിൽ വളരുന്ന ആനിമൽസ്. അപ്പോൾ അക്വാട്ടിക് ലൈഫ് വെള്ളത്തിലുള്ള ജീവിതങ്ങൾ. ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ അക്വാട്ടിക് ലൈഫിലുണ്ട്, വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട്, അവരൊക്കെ നശിച്ചു പോകും. ദെൻ ഇറ്റ് മേക്സ് വാട്ടർ അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലാവും. ഫിഷ് ഫ്രം പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് ആർ അൺഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. ഈ പിന്നെ അഴുക്കായിട്ടുള്ള സ്ഥലങ്ങളിലത്തെ ഫിഷുകളില്ലേ, ഇപ്പോൾ പോണ്ട് അഴുക്കായിൽ ഏതെങ്കിലും കെമിക്കൽ കലർന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീനുകളൊക്കെ ചത്തുപൊന്തും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഫിഷുകളൊന്നും നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ചത്തുപൊന്തിയിട്ടുള്ള മീനൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ലാണ്. അപ്പോൾ വാട്ടർ ബോഡീസിൽ, മലിനമാക്കപ്പെട്ട വാട്ടർ ബോഡീസിൽ ഫിഷൊന്നും മനുഷ്യർക്ക് കഴിക്കാൻ പറ്റില്ല. ദെൻ ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ ക്യാൻ കോസ് ഡിസീസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ജോണ്ടിസ് ഓർ ഡിസെൻട്രി. അതായത് അഴുക്കായിട്ടുള്ള വെള്ളം കഴിച്ചാലേ, അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കണം എന്ന് പറയുന്നത് കുട്ടികളോടല്ല എല്ലാവരോടും. ഈ അഴുക്കായിട്ടുള്ള വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ കോളറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറിളക്കും ഛർദിയൊക്കെയാണ്. ദെൻ ടൈഫോയിഡ്, അത് ഭയങ്കര പനി വരുന്നതാണ്. ജോണ്ടിസ് മഞ്ഞപ്പിത്തം, ഡിസെൻട്രി വയറിളക്കം. അപ്പോൾ ഈ വക അസുഖങ്ങളൊക്കെ ഈ പൊല്യൂട്ടഡ് വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മളറിയാതെ തന്നെ നമ്മുടെ കിണറുകളിലൊക്കെ അഴുക്ക് വരും. അറിയാതെ തന്നെ അതിൽ കലരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഓരോന്നിനെയും മനുഷ്യർ അഴുക്കാക്കുകയാണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പോൾ എയർ പൊല്യൂഷൻ കഴിഞ്ഞു, വാട്ടർ പൊല്യൂഷൻ കഴിഞ്ഞു, ഇനി അടുത്തത് സോയിൽ പൊല്യൂഷൻ. മണ്ണിനെ അഴുക്കാക്കുകയാണ്. എങ്ങനെ മണ്ണിനെ അഴുക്കാക്കുക? നമ്മൾ ഈ മണ്ണിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ തള്ളുക. മണ്ണിലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ആ പച്ചക്കറികളിൽ തന്നെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ അടിക്കുന്ന പച്ചക്കറികളാണ്. അപ്പോൾ അതൊക്കെ അതിൽ കലരും മണ്ണിൽ. പിന്നെ പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മണ്ണിൽ ദഹിച്ചു പോവില്ല. പിന്നെ പ്ലാസ്റ്റിക് മണ്ണിലുണ്ടെങ്കിൽ ഒറ്റ ചെടിയുടെ വേരും ആ ഭാഗത്തു കൂടെ പോവില്ല. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ പിന്നെ വേര് പടരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മണ്ണിൽ ഒരിക്കലും വേസ്റ്റ് കൊണ്ടുപോയിട്ട് അനാവശ്യമായി വേസ്റ്റുകൾ തള്ളരുത്. പിന്നെ ഈ പാടങ്ങളിലൊക്കെ അടിക്കുന്ന ഈ പെസ്റ്റിസൈഡ്സ്, ഫാക്ടറിയിലത്തെ വേസ്റ്റുകളൊക്കെ മണ്ണിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് പിന്നെ മണ്ണിൽ വളരുന്ന പ്ലാന്റ്സിന്, അതിൽ പ്ലാന്റ്സ് വളരില്ല. അതിൽ ഇനി വളർന്നാൽ തന്നെ ആ പ്ലാന്റ്സിലുണ്ടാകുന്ന പൂക്കളിലും കായ്കളിലൊക്കെ ഈ വിഷത്തിൻ്റെ അംശങ്ങളുണ്ടാവും. അങ്ങനത്തെ മണ്ണിൽ, വേസ്റ്റ് കലർന്ന മണ്ണിൽ വളരുന്ന ചെടികളിൽ വേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ പച്ചക്കറി വേസ്റ്റ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പച്ചക്കറികളിൽ പിന്നെ കുറച്ച് അടിക്കുന്ന കീടനാശിനികളിലെ വേസ്റ്റുകളാണ് പിന്നെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അല്ലാത്ത കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ മണ്ണിൽ കലർന്നിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്താൽ അതിലുണ്ടാകുന്ന പൂക്കളിലും കായ്കളിലൊക്കെ അതിൻ്റെ വിഷാംശങ്ങളുണ്ടാവും. അത് നമ്മൾ കഴിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും. സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ, ഹ്യൂമൻ ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് സച്ച് എസ് ഡിസ്പോസൽ ഓഫ് ഗാർബേജ് വേസ്റ്റ്, ഹാംഫുൾ ആൻഡ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. ബയോഡിഗ്രേഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ലയിച്ചു പോകുന്നത്. ബയോഡിഗ്രേഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ ലയിച്ചു പോവാത്തത്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ. ദെൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്.
പെസ്റ്റിസൈഡ്സ്, നമ്മളിടുന്ന വളങ്ങൾ, ചെടികൾക്കിടുന്ന വളങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകമൊക്കെ നല്ല വളമാണ്, അതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വളമാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ, പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ, ഇതൊക്കെ നമ്മൾ മണ്ണിലിടുമ്പോൾ ആ മണ്ണിൽ അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. ഇറ്റ് ഓൾസോ കോസ് സോയിൽ ഇറോഷൻ, അത് മണ്ണൊലിപ്പിനും കാരണമാകുന്നു. മണ്ണിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയും ഈ വേസ്റ്റുകൾ, ഈ കെമിക്കൽസ് അവിടെ ഉണ്ടാക്കുന്നു. ദെൻ എഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. ഇനി മണ്ണ് അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടാവുക? സോയിൽ പൊല്യൂഷൻ ബാഡ്ലി എഫക്ട് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിനെയാണ് അത് ബാധിക്കുക. ഇറ്റ് റെഡ്യൂസസ് ഫുഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതായത് അതിലെ പൂവും കായൊക്കെ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് കുറയ്ക്കും. ഓൾസോ ഹാംഫുൾ കെമിക്കൽസ് ദാറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ബൈ എഡിബിൾ പ്ലാന്റ്സ് എൻ്റർ അവർ ബോഡീസ് ത്രൂ ഫുഡ്. അതായത് നമ്മൾ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ടുകളൊക്കെ കഴിക്കുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ വേരുകളൊക്കെ ഈ മണ്ണിൽ നിന്ന് ഈ വിഷങ്ങളൊക്കെ അബ്സോർബ് ചെയ്യും. നമ്മൾ മണ്ണിൽ വേസ്റ്റ് തള്ളുമ്പോൾ അത് വലിച്ചെടുക്കും വേരുകൾ. എന്നിട്ട് അതിലുണ്ടാകുന്ന സംഭവങ്ങൾ, ഇലയും പൂവും കായൊക്കെ കഴിക്കുമ്പോൾ അത് ഫുഡിൽ കൂടെ നമ്മുടെ ഹ്യൂമൻ ബോഡീസിലേക്ക് അത് എത്തുന്നു. ദെൻ it also leads to water pollution when rainwater washes these harmful pollutants into sources of water. പിന്നെ മണ്ണിൽ വേസ്റ്റ് തള്ളുമ്പോൾ മഴ പെയ്തു എന്ന് വിചാരിക്കുക. മഴ പെയ്യുമ്പോൾ ആ മണ്ണിലത്തെ പിന്നെ വേസ്റ്റുകളൊക്കെ കുറേയൊക്കെ വെള്ളത്തിലേക്ക് പോവും, വാട്ടർ ബോഡീസിലേക്ക് പോവും, പാടത്തേക്കും കുളത്തിലേക്കും അരുവിയിലേക്കൊക്കെ പോവും. അപ്പോൾ അതും പിന്നെ മണ്ണിലിടുന്നത് വാട്ടർ പൊല്യൂഷനും കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് നോയ്സ് പൊല്യൂഷൻ. അടുത്തത് നോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട്. നിങ്ങൾ വിചാരിക്കും എന്തൊരു ഇപ്പോൾ സൗണ്ടിന് കുഴപ്പമെന്ന്. സൗണ്ടിന് പ്രശ്നമുണ്ട്. അതായത് നോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട്. ഈ സൗണ്ടൊക്കെ ഒരു സൗണ്ട് അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. നമ്മൾ നീളം അളക്കുന്നത് മീറ്റർ, കിലോമീറ്ററൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സൗണ്ട് അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. അപ്പോൾ ഒരു പ്രത്യേക ഡെസിബൽ വരെയുള്ള സൗണ്ടേ മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കൂടുതൽ അളവുള്ള സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെവിയുടെ ഇയർ ഡ്രമ്മിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഒരു പ്രത്യേക അളവിൽ അപ്പുറത്തുള്ള സൗണ്ട് വരുമ്പോൾ അത് നോയ്സ് പൊല്യൂഷനായിട്ട് മാറുന്നു. നിങ്ങളൊക്കെ ഇപ്പം ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഉറക്ക പാട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ചെവി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഉറക്ക അനൗൺസ്മെൻറ്റ് വരിക. പിന്നെ ഈ ആംബുലൻസുകളും അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ടിലൊക്കെ ചിലപ്പോൾ പോകണ കണ്ടിട്ടില്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഫയർ എഞ്ചിനൊക്കെ പോകണ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനൊക്കെ നമുക്ക് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഡെസിബൽ അളവാ പാടുള്ളൂ. അതിലും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗണ്ട് പൊല്യൂഷന്, നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. നോയ്സ് ഇസ് ഡിഫൈൻഡ് ആസ് അൺവാണ്ടഡ് സൗണ്ട്. നോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സൗണ്ട് എന്നാണ് അർത്ഥം. സൗണ്ട് നല്ലത്, ആവശ്യമില്ലാത്ത സൗണ്ടിനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ദെൻ നൗഎഡേയ്സ് പീപ്പിൾ പ്ലേ ലൗഡ് മ്യൂസിക് ഇൻ പാർട്ടീസ് ഓർ ഫങ്ഷൻ. പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്ക പാട്ട് വയ്ക്കാറുണ്ട്. ദേ ഓൾസോ ബ്ലോ ഹോൺസ്. ഹോൺസ് അറിയില്ല, എന്നുള്ള ഹോൺസുകൾ അൺനെസസറിലി വൈൽ ഡ്രൈവിംഗ് നടത്തുമ്പോൾ ഇങ്ങനെ ഉറക്ക ഹോണടിക്കും. ലൗഡ് സൗണ്ട്സ് ഫ്രം സ്പീക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് റിലീജിയസ് ആൻഡ് പബ്ലിക് മീറ്റിങ്ങും അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്ക പാട്ടുകളും ഇതൊക്കെ വെക്കുന്നത്. ആൻഡ് നോയ്സ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ് ആഡ് ടു നോയ്സ് പൊല്യൂഷൻ. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും സൗണ്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാക്കും, ആനിമൽസിനൊക്കെ. അപ്പം അതിനെയാണ് ഈ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഇനി നോയ്സ് പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? പീപ്പിൾ ലിവിങ് ഇൻ നോയ്സി ഏരിയാസ് ആർ ഫൗണ്ട് ടു ഹാവ് പുവർ ഹിയറിംഗ് എബിലിറ്റീസ്. എപ്പോഴും സൗണ്ട്, ഈ ട്രെയിനൊക്കെ ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ട്രെയിൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് എപ്പോഴും സൗണ്ട് കേൾക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ചെവിക്കൊക്കെ പ്രശ്നമാണ്. അവർക്കൊന്നും ചെവി കേൾക്കാറില്ല എന്ന്. നോയ്സ് ലെവൽസ് ആർ മെഷേർഡ് ഇൻ ഡെസിബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് അളക്കുന്ന യൂണിറ്റാണ്. Louder the noise, higher the decibel reading sounds about than 80 decibels. 80 decibelനേലും കൂടുതൽ സൗണ്ട് ഉണ്ടെങ്കിൽ അത് നോയ്സ് പൊല്യൂഷനാണ്. ആർ കൺസിഡേർഡ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ഫോർ ഹ്യൂമൻ ഇയേഴ്സ്. ദെൻ ദേ ക്യാൻ ഓൾസോ കോസ് നെർവസ് ഡിസോർഡേഴ്സ്. ഒരുപാട് സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിറയ്ക്കാനൊക്കെ തുടങ്ങും. അതാണ് നെർവ്സിനൊക്കെ തകരാറ് വരും. ദ സേഫ് ഇൻറ്റൻസിറ്റി ലെവൽ ഓഫ് ദ സൗണ്ട് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതായത് ആൾക്കാരുടെ മനുഷ്യരുടെയൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന സംഘടനയാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
അവർ പറയുന്നത് 45 ഡെസിബൽ സൗണ്ടേ പാടുള്ളൂ, അതിലും കൂടുതൽ വരുന്നതൊക്കെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞു കേട്ടോ.